ഇതെന്താ സ്ഥലമാണ് മൊത്തം ഈ പേര ചെയ്തേക്കുന്നത്? ഇത് 1.5 ഏക്കർ സ്ഥലം. നമ്മളൊരു 70 രൂപയ്ക്കൊക്കെയാണ് കടക്കാർ തരുന്നത്. ആഴ്ച നല്ല വരുമാനമുണ്ട്. വീട്ടു ചിലവുകൾക്ക് പേരയ്ക്കാൻ മതി. അതായത് 10,2500 രൂപ വെച്ച് ഒരാഴ്ചയിൽ നമുക്ക് ആഴ്ച കിട്ടും. അപ്പൊ ഈ ശരിക്കും ആ വഴിയിലൊക്കെ മുറിച്ച് വെച്ചേക്കുന്ന ഭയങ്കര ചുമന്ന കളറിലാണല്ലോ, അതെങ്ങനെയാ? അതെന്തെങ്കിലും കെമിക്കൽ ചേർത്ത് പഴിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പാലായിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാല പിറവിത്താനം അല്ലേ? പ്രവിത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനായിരുന്നു. മൂലമറ്റം സെൻറ്റ് ജോസഫ് കോളേജിൽ അല്ലേ, 2 വർഷമായി റിട്ടയർഡായിട്ട്. അതിനുശേഷം ഇദ്ദേഹം സജീവമായി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി. കാർഷിക മേഖലയിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സാധനമാണ്, പേരയ്ക്ക. ഇത് ഏത് പേരയ്ക്കാണ് സാർ? തായ്ലൻഡ് പേരയ്ക്കാണ്. ഏകദേശം 1 കിലോയോളം വരുമല്ലോ ഒരു പേരയ്ക്ക? 800 ഗ്രാമൊക്കെ വരും. ആവറേജ് 800, എന്നാലും 1 കിലോ ഒക്കെ എത്തുന്നതുണ്ട്. കാണും. നല്ല മധുരമുള്ള പേരയ്ക്കയാണ്. അപ്പോൾ നമ്മൾ ഈ പേരയ്ക്കയുടെ മധുരങ്ങളും അതിനൊപ്പം തന്നെ പേര നമുക്ക് നൽകുന്ന ചില ഗുണങ്ങൾ, അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകന് എന്തെങ്കിലും ലാഭമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാറിനോട് ചോദിക്കാൻ പോകുന്നത്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കാതെ. ഞാൻ എല്ലാം പറഞ്ഞു, കുറച്ചൊക്കെ എങ്കിലും ഒന്ന് സാർ പറഞ്ഞേ, സാറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് പ്രമോദ്. ഞാൻ മൂലമറ്റം സെൻറ്റ് ജോസഫ് കോളേജിലെ അധ്യാപകനായി വിരമിച്ച ആളാണ്. അതിനുശേഷം നേരത്തോട്ട് കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് വിപുലമായ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഏത് കൃഷിയും നാട്ടിൽ ആദ്യം പരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവിടെ റബ്ബറായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാറ്റത്ത് 15 ദിവസം മാത്രം വെട്ടിയ റബ്ബറുകൾ ഏതാണ്ട് പൂർണ്ണമായും ഒടിഞ്ഞുപോയി. അതിനുശേഷമാണ് കാറ്റ് പിടിക്കാൻ സാധ്യത കുറവുള്ള പേരക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഒരു പേരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഈൽഡ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ 6 മാസം കൊണ്ട് നമുക്ക് ഇത് ആദായത്തിലേക്ക് നമുക്ക് കിട്ടും. ഞാൻ ശരാശരി ആഴ്ചയിൽ 30-35 കിലോ പേരയ്ക്ക വിൽക്കുന്നുണ്ട് ഇപ്പം. ഇത് എന്താ സ്ഥലമാണ് മൊത്തം ഈ പേര ചെയ്തേക്കുന്നത്? ഇത് 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കർ സ്ഥലത്ത് എന്തേരം പേരയുണ്ട്? 351 പേരയുണ്ട്. 351. അപ്പോൾ ഏകദേശം 12 അടി അല്ലേ? 12 അടി അകലത്തില്. അതാണ് കറക്റ്റ് അകലം എന്നുള്ളത്. പേര വലുതാകുന്നതാണ്. ഇനിയിപ്പോൾ 1.5 ആളൊക്കെ ആയി കഴിയുമ്പോൾ കട്ട് ചെയ്ത് എന്നെ പടർത്തി എടുക്കണം. ഓഹോ. നമുക്ക് അന്നേരം ഈ ആഴ്ചയിൽ വിളവെടുക്കാൻ പറ്റും അല്ലേ? ആഴ്ചയിൽ ഇതിപ്പം ഇതിൻ്റെ അകത്ത് പൂ ആയിട്ട് നിൽക്കുന്നുണ്ട്, മൊട്ട നിൽക്കുന്നു. എപ്പോഴും പേരയ്ക്ക ആദായം, എപ്പോഴും പേരയ്ക്ക ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ. പേരകൃഷി ലാഭമാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം? നമുക്ക് പെട്ടെന്ന് ഈൽഡ് കിട്ടും, ലാഭകരവുമാണ്. ഓക്കെ, നമ്മൾ അറിയാൻ പോകുന്നു പേരകൃഷിയുടെ ലാഭം എങ്ങനെയാണ്, പേര കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, എങ്ങനെയാണ് നമുക്കത് കൃഷി ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളൊക്കെ സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാനല്ലേ സാറേ? കാര്യങ്ങളൊക്കെ അറിയണ്ടേ? സാറ് മാഡത്തെ ഒന്ന് പരിചയപ്പെടുത്തില്ല. മാഡം ഇതിനകത്ത് സജീവമായി കൃഷി ചെയ്യുന്ന ആളാണ്. മാഡം ഇപ്പം ശരി ഇതിലായിരുന്നു അല്ലേ, വിദേശത്തായിരുന്നു? ഓക്കെ. ഇപ്പം ഇവിടെ സെറ്റിലാണ്. ഓക്കെ. സാറിൻ്റെ കൂടെ സജീവമായിട്ടുണ്ട്. ഓക്കെ. മാഡം ഈ കൃഷിയിലുണ്ട്. മാഡത്തിൻ്റെ പേര്? റോസ്മി. മാഡം ഇവിടുത്തുകാർ തന്നെ, പാലക്കാർ തന്നെ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പാലക്കാരുടെ വിശേഷങ്ങൾ അറിയാൻ പോകുന്നു. റബ്ബർ വെട്ടിമാറ്റി അവിടെ പേര കൃഷി ചെയ്ത ഒരു അധ്യാപകൻ്റെ കഥകളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാർ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരകൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്? പേരകൃഷി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ റബ്ബർ ഉണ്ടായിരുന്നു, അത് കാറ്റത്ത് ഒടിഞ്ഞു പോയി. അപ്പം പിന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരീക്ഷണങ്ങളൊക്കെ തയ്യാറാകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കറിയാം വഴി സൈഡിൽ കൂടെയൊക്കെ പേരയ്ക്ക 200 രൂപയ്ക്കൊക്കെ 220 രൂപയ്ക്കൊക്കെ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്നൊരു ആലോചനയിൽ നിന്നാണ് പേരകൃഷിയിലേക്ക് തിരിഞ്ഞത്. ഓക്കെ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് അന്നേരം എങ്ങനെയാണ്? അറിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ വിൽക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായ രീതിയിൽ പേരകൃഷിയുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി അതിന് ശേഷമാണ് ഇവിടെ കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ. ഇതിൻ്റെ തൈകൾ വാങ്ങുന്നത് എവിടെ നിന്ന്? തൈകൾ ഞാൻ നേഴ്സറിയിൽ ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവന്ന് തരുകയാണ്. അപ്പോൾ എത്ര ആദ്യം വെച്ച് 350 വെച്ചു? അതെല്ലാം തന്നെ പിടിച്ച് കിട്ടിയോ? ഒരെണ്ണം ആകെ പോയിട്ടുള്ളൂ. അതിന് വേറെ വെക്കുകയും ചെയ്തു. കാരണം പേരയ്ക്കൊക്കെ അങ്ങനെ കേട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ. ഇത് എത്ര മാസം കൊണ്ട് നമുക്ക് ആദായത്തിലേക്ക് വരും? 6 മാസം കൊണ്ട് ആദായം കിട്ടാൻ തുടങ്ങും. 6 മാസം കൊണ്ട്? 6 മാസം കൊണ്ട് നല്ല രീതിയിൽ ഈൽഡാവും? നല്ല രീതിയിൽ. ആ മുഴുപ്പിനനുസരിച്ചുള്ള ഒരു ഈൽഡ്. ഇത് എത്ര വർഷം ഇതിന് ആയുസുണ്ട്? ഇതെന്ന് പറയുന്ന ഒരു 20-25 വർഷം പേര നിൽക്കും. 25 വർഷം ഒരുപാട് ആദായം കിട്ടുമോ? വലിപ്പം കൂടുന്നതനുസരിച്ച് ആദായം കൂടും. ഇതിന് ഫ്രൂണിംഗ് ഉണ്ടോ? ഇത് ശരിക്കും അപ്പോൾ ഒരു 1.5 വർഷം കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണം. ഇതിപ്പം പ്രൂൺ ചെയ്യാറായി വരുന്നേ ഉള്ളൂ, 1 വർഷം ആവുന്നുള്ളൂ. എത്ര അടി ഹൈറ്റിലാണ് ഇത് ശരിക്കും നമ്മൾ നിർത്തേണ്ടത്? എത്ര അടി? കാരണം നമുക്ക് കൈകൊണ്ട് പേരയ്ക്ക പറിക്കാവുന്ന ഒരു
ഹൈറ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു കസേര ഇട്ട് പറിക്കാവുന്ന ഒരു ഹൈറ്റിൽ നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ചെടി എന്ന ആവറേജ് എത്ര കിലോ വെച്ച് കിട്ടും നമുക്ക്? ഒരു ചെടിയെന്ന് എന്നാണെങ്കിലും ഒരു വർഷം ഒരു 10 കിലോയിലും കിട്ടാണ്ടിയതാണ്. 10 കിലോ കിട്ടും. ഇപ്പൊ ഈ പ്രായത്തിൽ പ്രായം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ 10, 12, 13 പേരൊക്കെ ഉണ്ടെങ്കിൽ 10 കിലോ ആയി, അല്ലെങ്കിൽ 15 പേരൊക്കെ ഉണ്ടെങ്കിൽ 10 കിലോ ആയി. 40 പേരൊക്കെ വരെയുള്ള പേര നിപ്പുണ്ട്. ഒരു ആവറേജ് ഒരു പേരയ്ക്ക് എത്ര കിലോ വരും? അല്ല എന്തേരം തൂക്കം വരും? 600 മുതൽ 800 ഗ്രാം വരെ വരും. അത്ര എത്തും എന്തായാലും. നമ്മൾ എങ്ങനെ ഇത് നട്ടത് എങ്ങനെയാ? ഇത് സാധാരണ കുഴിയെടുത്ത് കൂടത്തയ്യായിരുന്നു. അടിവളവും ശകലം ചാണകവും ഇച്ചിരി എല്ലുപൊടി ഇട്ട് നടുവായി. ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തൊക്കെയാണ് പണികളുള്ള? എന്താ കാലാകാലങ്ങളിൽ തെളിക്കണം. പിന്നെ മഴക്കാലം ആകുമ്പോൾ ചാണകം കലക്കി ഒഴിക്കും. വർഷത്തിലൊരു 3 പ്രാവശ്യം ചാണകം കലക്കി ഒഴിക്കും. വേറെ പരിപാടികളൊന്നും വേറെ ഒന്നുമില്ല. പിന്നെ ഇത് പറിച്ചെടുത്താൽ മതി. പറിച്ചെടുത്താൽ. ഇതിങ്ങനെ കവറിട്ട് നിർത്തണോ? അതായത് കിളികളുടെ ശല്യം കൂടുതലുണ്ടെങ്കിൽ കവറിട്ട് നിർത്തണം. അപ്പോൾ ഈ മഴക്കാലത്ത് കവറിട്ടാൽ കുറേ പേരൊക്കെ കേടായി പോകും, ടച്ച് ചെയ്തു. അപ്പോൾ വേനൽക്കാലത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷി തിന്നാതെ വേണേൽ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളൂ. ഇത് ഒരു ഈച്ച കുത്തി ഇതിന് കുറച്ച് കേടുപാടുകൾ വരുമല്ലേ? അത് വരും, ആക്രമിക്കുന്നത്. ഉണ്ട്. അതിനെ ഓടിക്കാൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ നിലവിൽ പറിച്ച് കളയാന്ന് മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്യണ്ട. വേറെ ഒന്നും കാരണം ആവശ്യത്തിലധികം പേരയ്ക്ക ഉണ്ടാവും. പോകുന്നതനുസരിച്ച് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇത് ഏത് ഇനമാന്ന് പറഞ്ഞേ? ഇത് തായ്ലൻഡ് പേര. ഇത് ഇതിന്റെ നിറം എന്തുവാ ശരിക്കും? അതിന്റെ 2 ഇനം ഉണ്ട് ഇവിടെ. വെള്ളയുണ്ട്, റോസും ഉണ്ട്. പക്ഷേ റോസിന്റെ നിറം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ 4-1 കളർ പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും അത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അത്രയും കളർ ഇല്ലാത്തതാണോ? അത് നമ്മുടെ മണ്ണിന്റെ ആണോ അതോ? അല്ല, ഇവിടെ കളർ കാണുന്നില്ല. പോലും അതിന്റെ 4-1 കളർ പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ശരിക്കും വഴിയിലൊക്കെ മുറിച്ച് വെച്ചേക്കുന്ന ഭയങ്കര ചുമന്ന കളറിലാണല്ലോ, അതെങ്ങനെയാ? അതെന്തെങ്കിലും കെമിക്കൽ ചേർത്ത് പഴിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വൈറ്റ് ആണ് ഇതിലേതാ ടേസ്റ്റ്? ഏതോ നല്ലത്? വൈറ്റ് ആണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. ആണോ? റോസിനെ കഴിഞ്ഞ് നല്ലതാണ്. വൈറ്റ് ആണ്. മധുരമുള്ളത് ഇതിനാണ്? വൈറ്റിനാണ്. ഓക്കെ. സാറേ നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റ് കൂടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാറേ, നമ്മളിത് എങ്ങനെ വിറ്റഴിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഈ 35 കിലോ നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. അവർക്ക് അതായത് ഈ നാടൻ പേരയ്ക്കാന്ന് അറിയുന്നതുകൊണ്ട് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 3 മണിക്കൂറിനുള്ളിലൊക്കെ വിറ്റ് പോകുന്നുണ്ട് ഫുള്ള്. നമുക്കിത് എന്നാ വിലയ്ക്ക് വിൽക്കാൻ പറ്റും? നമ്മളൊരു 70 രൂപയ്ക്കൊക്കെയാണ് കടക്കാർ തരുന്നത്. 70 രൂപ ഒരു കിലോയ്ക്ക്? അവർ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 100, 120. അത് അവരുടെ ഇഷ്ടം അനുസരിച്ച്. 70 രൂപ വെച്ച് നമുക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു വരുമാനമുണ്ട് ആഴ്ച നല്ല വരുമാനമുണ്ട്. വീട്ടുചെലവുകൾക്ക് പേരയ്ക്ക മതി. 21 7 35, അതായത് 10,2,500 രൂപ വെച്ച് ഒരാഴ്ചയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ലൊരു വരുമാനമല്ലേ? നല്ലൊരു വരുമാനം. ഇതിന് ചിലവ് എന്തേരം വരും? ചിലവ് എന്ന് പറയുന്നത് വലിയ ചിലവ് വരുന്നില്ല. കാരണം ഞാൻ തന്നെയാണ് വന്ന് പേരയ്ക്ക കെട്ടുന്നതും ഒക്കെ. അപ്പം ഒരു ലേബർ കോസ്റ്റ് വരുന്നില്ല. ഞാനും വൈഫും കൂടെ വരും. ഞങ്ങൾ 2 പേരും കൂടെ ഒരു സൈഡ് തൊട്ട് കെട്ടും. വേറെ പണികളൊന്നുമില്ല? വേറെ പണികളൊന്നും വരുന്നില്ല. പിന്നെ സമയത്ത് പറിക്കണം. നമുക്കൊരു വർഷം അപ്പം എത്ര ആദായം ഉണ്ടാക്കാൻ പറ്റും ഒരു ഇതിൽ നിന്ന്? അല്ല, എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ എങ്കിലും ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയും. അതിങ്ങനെ ആഴ്ച നമുക്കൊരു വരുമാനം. ആഴ്ച വരുമാനം. എപ്പോഴും കായുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വിപണി അതിനൊരു പ്രശ്നമല്ലെന്നാണോ സാർ? വിപണി ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ സീസണിലും 70 രൂപ വെച്ച് കിട്ടുമോ? ഓഫ് സീസൺ ആണെങ്കിൽ അതിൽ വില വിടും. നമ്മുടെ ഇവിടെ പേര നന്നായി ഉണ്ടാവൂല്ലേ? ഉണ്ടാവും. ഇതിന് മധുരം ഉണ്ടോ? നമ്മുടെ ഇവിടെ ഉണ്ട്, നല്ല മധുരമുണ്ട്. മറ്റേതിനെ അപേക്ഷിച്ച് മറ്റേതിൻ്റെ ഒരു വേറൊരു രുചി. ഇതിന് മധുരം കൂടുതലുണ്ട്. ഓക്കെ. ഇത് എത്ര നാളുണ്ടോ ഒരു പഴത്തിലേക്ക് എത്തുന്നത്? മൂത്ത് ഇതായി വരുന്നത്? ഒരു 2 മാസം കൊണ്ട്. 2 മാസം കൊണ്ട് സെറ്റാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ പാലക്കാരൻ പ്രമോദ് സാറിനൊപ്പം കുറേ സമയം ചിലവിട്ടു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു കൃഷി നമ്മൾ കണ്ടു. അതിൽ നിന്നുള്ള ലാഭത്തെക്കുറിച്ച് മനസ്സിലാക്കി. അത് തരുന്ന ചിലവുകൾ, അതായത് എനിക്കൊന്ന് വലിയ ചിലവില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ്. നമുക്ക് ഈ പേര കൃഷി ചെയ്യാനുള്ള മണ്ണ് എന്ത് സൈസായിരിക്കും? സാധാ മണ്ണിലെല്ലാം പറ്റുമോ? അപ്പോൾ സാധാ മണ്ണിലെല്ലാം പേര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് മണ്ണാണെങ്കിലും കുഴപ്പമില്ല. വെള്ളം വേണോ ഇതിന്? നല്ലോണം വെള്ളം നനയ്ക്കാൻ വേനൽക്കാലത്ത് വെള്ളം നല്ല വെള്ളം വേണോ? നല്ലപോലെ വെള്ളമാണ് വേണം. നല്ല പേരയ്ക്ക വലുതാവും. കാരണം വെള്ളം ഇതിൻ്റെ ഒരു ഘടകമാണ്.
പേരക്ക വലുതാണ് നമ്മൾ നനച്ചു കൊടുക്കണം. ഓക്കെ. ഇല്ല ഇത്ര ആയിട്ട് ചുരുങ്ങി പോകും. അതിനുവേണ്ടി വെള്ളം വേണം. ആ. ഓക്കെ. ഏറ്റവും കൂടുതൽ കാ കിട്ടുന്ന സീസൺ ഏതാ? അത് സെപ്റ്റംബർ ആ സമയത്താണോ? പിന്നെ എല്ലാ സമയത്തും ഉണ്ട്. എല്ലാ സമയത്തും ഒരുപോലെ കായുണ്ട്? ഒരുപോലെ ഇല്ലെങ്കിലും വലിയ ഏറ്റക്കുറച്ചിൽ വരുന്നില്ല. ഇതിന്റെ ശത്രുക്കൾ ഈ കിളികൾ മാത്രമേ ഉള്ളൂ? പക്ഷികളെല്ലാം ഉണ്ട്. രോഗങ്ങൾ വല്ലതും ഉണ്ടോ ഇതിന്? ഈ ഒരുതരം വണ്ടുണ്ട്, അത് കയറി ആക്രമിച്ചാൽ കറുത്തു പോകും തൊണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? അത് ചെറിയ പ്രായത്തിലായതുകൊണ്ട് പറിച്ച് കളയുള്ളൂ. വേറെ മരുന്നൊന്നുമില്ല? മരുന്ന് നമ്മൾ കഴിക്കുന്ന സാധനമല്ല, മരുന്നടിക്കാറില്ല. ജൈവമായിട്ട് തന്നെ ചെയ്യുന്നത്? ഓർഗാനിക് ആയിട്ട് തന്നെയാണ്? അതെ. ഓക്കെ. നമുക്ക് ഇതിന് ഇടവിളയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടവിളയായിട്ട് കാപ്പി നട്ടിട്ടുണ്ട്. ഇതിന് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഇത് കായ്ക്കില്ല അല്ലേ? ഷെയ്ഡ് ഉണ്ട്, കായ്ഫലം കുറവായിരിക്കും. കായ്ക്കും, കായ്ഫലം കുറവായിരിക്കും. അതിൽ നല്ലത് ഇങ്ങനെ തനിവിളയായിട്ട് ഇങ്ങനെ ചെയ്യുന്ന. നല്ലോണം സൺലൈറ്റ് വേണം? സൺലൈറ്റ് വേണം. അത് ഏത് കൃഷിക്കാണെങ്കിലും നല്ല സൺലൈറ്റ് വേണം. ഓക്കെ. ഇത് ഈ വേറെ എന്തൊക്കെയാണ് സാറ് കൃഷി ചെയ്യുന്നത് ഇതിനൊപ്പം തന്നെ? ഞാനത് റംബുട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊരു 16 വർഷമായിട്ട് കൃഷി ചെയ്തതാണ്. ഈ നാട്ടിൽ ആദ്യം റംബുട്ടാൻ കൃഷി ഞാൻ ചെയ്തതാണ്. പിന്നെ മുകളിൽ മംഗോസ്റ്റിനുണ്ട്. അതെന്തോരം ഉണ്ട്? 40 എണ്ണം ഉണ്ട്. 40 എണ്ണം. അത് നല്ല മാർക്കറ്റുണ്ട്? അതിന് ഭയങ്കര മാർക്കറ്റാണ് മംഗോസ്റ്റിന് നമ്മുടെ ലോക്കലിൽ. കാരണം ഈ കായ്ക്കുന്ന അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ 1-2 ഒക്കെ വെച്ചിട്ടുള്ളൂ. ഒരു മാർക്കറ്റിങ്ങിനുള്ള ആരും തന്നെ കൃഷി ചെയ്തിട്ടില്ല. ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്ലാവ് ഉണ്ടെന്നോ? അല്ലേ, പ്ലാവ് ഉണ്ട്, ഒരു 540 പ്ലാവ്. അതും നല്ല ഈൽഡാണ്? അതും കുഴപ്പമില്ല. പിന്നെ ഒരു 900 കവുങ്ങ് വെച്ചിട്ടുണ്ട്. അതായത് മംഗളയാണോ? അല്ല, കാസർഗോഡ്. അങ്ങനെ എല്ലാ വിളകളും ഉണ്ട്? എല്ലാ വിളകളും ഉണ്ട്. എന്തേരം സ്ഥലമുണ്ടോ അപ്പോൾ മൊത്തം? 9 ഏക്കർ സ്ഥലമുണ്ട്. 9 ഏക്കർ ഫുള്ള് കൃഷിയാണ്? ഓക്കെ. എന്തായാലും നമ്മളൊരു നല്ല കർഷകനെയാണ് പരിചയപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ പേരകൃഷിയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്, അതിനൊപ്പം തന്നെ ഒരുപാട് വിളകൾ ഇദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ല പേരയ്ക്ക, എന്താ പറയുക, ഓർഗാനിക് പേരക്ക വേണമെങ്കിൽ സാറിനെ ബന്ധപ്പെട്ടാൽ മതി. സാറ് കൊറിയർ ചെയ്ത് കൊടുക്കുമോ ആളുകൾക്ക്? അതൊന്നും ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന പാലായിലൊക്കെ വരുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ വാങ്ങാം അല്ലേ? ഓക്കെ. അതെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കാണാം, നമുക്ക് ഫാമൊക്കെ വിസിറ്റ് ചെയ്യാം. അല്ല സാർ കൊറിയർ ഒന്നും ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തായാലും അങ്ങനെയുള്ള നല്ലൊരു കൃഷി കാഴ്ചയാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള നല്ല കർഷകരുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും താങ്ക് യു സർ, വളരെ സന്തോഷം. ഓക്കെ.